തൃശ്ശൂരിലെ മേയറുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വിവാദം പുകഞ്ഞ് പൊന്തുകയാണ്. തൃശ്ശൂരിലെ മേയർ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കൊണ്ടുവന്ന ക്രിസ്മസ് കേക്കും ആശംസാ കാർഡും സ്വീകരിക്കുന്നു, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. അത് കടുത്ത ഒരു ഇടതുപക്ഷ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടൊരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതി എന്ന നാട്ടിൽ VS സുനിൽകുമാർ അതിനെ തുറന്ന് വിമർശിക്കുന്നു. ഇടതുപക്ഷ മേയറായിരിക്കുകയും BJPക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി അദ്ദേഹം മാറിയെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപി അദ്ദേഹം സന്ദർശിക്കുന്നു. സുരേഷ് ഗോപി മികച്ച മനുഷ്യനാണ് എന്നതിലേക്കുള്ള സർട്ടിഫിക്കേഷൻ അദ്ദേഹം നടത്തുകയും അത് വലിയ കോലാഹലം ഉണ്ടാക്കുകയും ചെയ്യുന്നത് കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ഇടതുപക്ഷ മനസ്സോടെ സംസാരിക്കുന്നത് നാം സമീപകാലത്ത് എപ്പോഴെങ്കിലും കേട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പലപ്പോഴത്തെയും നടപടികളും സംസാരങ്ങളും റൈറ്റ് വിങ്ങിന് പ്രയോജനപ്പെടുത്താൻ കഴിയും വിധത്തിലായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിലെ കൗതുകരമായൊരു കാര്യം പക്ഷേ ഇതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടതുപക്ഷ ശാഠ്യം CPIM പ്രകടമാക്കുന്നില്ല എന്നതാണ്. അദ്ദേഹം ഇടതുപക്ഷ മൂല്യങ്ങളുടെ കാവൽക്കാരനായിരിക്കണം എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനോ അദ്ദേഹത്തെ നിലയ്ക്ക് നിർത്താനോ ഒന്നും CPM തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, വിമർശനങ്ങളുടെ ഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ഡിഫൻസ് ഒരുക്കാൻ പോലും CPM മടി കാണിക്കാതിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു റിഫ്റ്റ് സത്യത്തിൽ ഇടതുപക്ഷത്തിനകത്ത് പോലും ഉള്ളത് എന്നത് സംസാരിക്കേണ്ട വിഷയമാണ്. CPIM പുതിയ ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ ശ്രമിക്കുമ്പോൾ CPI അതിൻ്റെ ഒപ്പം കൂടാത്തതുകൊണ്ടാണോ അവർക്ക് ഒന്നും ഡൈജസ്റ്റ് ആവാത്തത് എന്നാണ്. വേണുവേട്ടൻ എന്താണ് തോന്നുന്നത്? എന്തായാലും MK വർഗീസ് എന്ന് പറയുന്ന മേയർ ലെഫ്റ്റിൻ്റെ താല്പര്യങ്ങളെ അല്ല വഹിക്കുന്നതെന്ന് ഈ സമീപകാലത്തെ സംഭവങ്ങൾ പലതും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷേ അതിലൊരു സ്ട്രോങ് പൊസിഷൻ എടുക്കാൻ കഴിയാത്തതും CPM പരിമിതാവസ്ഥയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? CPM അതൊരു പരിമിതിയായിട്ടാണോ കാണുന്നത്, അതൊരു സാധ്യതയായിട്ടാണോ കാണുന്നത് എന്നതുകൂടെ നാം ശ്രദ്ധയോടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെ ഒരു കാര്യം ഉറപ്പാകുന്നു. BJPക്ക് ജയമൊരുക്കി കൊടുക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു സാമുദായിക വിഭാഗത്തിന് സാധ്യമാകുമെങ്കിൽ അത് BJP തന്നെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ക്രിസ്തീയ വിഭാഗത്തിനാണ്. അപ്പോൾ BJP അല്ല ഭയക്കേണ്ടത് CPM. BJPയെ വിജയിപ്പിക്കുന്ന ക്രിസ്ത്യൻ സഭയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സഭയുടെ മുഖമായി വർഗീസ് മാറുമ്പോൾ വർഗീസിനോടൊരു കടുത്ത നിലപാട് എടുക്കുക എന്നത് ബുദ്ധിപരമല്ല. രാഷ്ട്രീയ തന്ത്രം വെച്ച് നോക്കുമ്പോൾ CPIക്ക് പക്ഷേ അതിൽ വൈകാരികമായി ക്ഷോഭിച്ചേ പറ്റൂ. കാരണം CPIയെ സംബന്ധിച്ച് കേരളത്തിൽ അപൂർവമായി അവർക്ക് ശക്തിയുള്ള ജില്ലകളിലൊന്നാണ് തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ CPIയുടെ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായ നിലപാട് തന്നെ എടുക്കേണ്ടതുണ്ട് അവർക്ക്. പിന്നെ എപ്പോഴും ഒരു തിരുത്തൽ ശക്തി എന്ന റോളിലാണല്ലോ CPI നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലും ആ രീതി അവർ തുടരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വർഗീസ് ആരാണ് എന്നതാണ്. വർഗീസ് വന്നാൽ ഇതൊക്കെ സംഭവിക്കും, ആ ബോധ്യം CPMനുണ്ട്, CPIക്കും അതുണ്ടെന്നേ. പക്ഷേ അതിപ്പോൾ ആ രൂപത്തിൽ സമ്മതിക്കാനുള്ളവരുടെ ഒരു വിസമ്മതം മാത്രമാണത്. ഇദ്ദേഹം ഒരു കോൺഗ്രസ് റിബലായിരുന്നു അല്ലേ, അങ്ങനെ വരികയും ജയിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ ആ ജയത്തിൻ്റെ ഒരു പ്രത്യേകത വർഗീസിന് ഗുണകരമായത് അവിടുത്തെ കക്ഷി നിലയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. 55 അംഗങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന കക്ഷികളുടെ നില വെച്ച് നോക്കുകയാണ് എങ്കിൽ 24 എന്നതാണ്, 6 എന്ന് പറയുന്നത് BJPയുമാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് വ്യത്യാസം വന്നാലും ഇതിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ മാറി മറിയും. അപ്പോൾ അതുകൊണ്ട് CPMനെ സംബന്ധിച്ച് പാർലമെൻറ്റ് പോയി പരമപ്രധാനമാണ് ഇത് പോകാതിരിക്കുക എന്നതും, കോർപ്പറേഷൻ പോകാതിരിക്കുക എന്നതും. അപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിനുള്ള പ്രായോഗിക ബുദ്ധി വർഗീസിനുമുണ്ടല്ലോ. വർഗീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇതൊരു വലിയ സാധ്യതയെ കാണുന്ന ആളുമാണല്ലോ. ആ രാഷ്ട്രീയമായി അദ്ദേഹവും മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വർഗീസിനോട് ബലം പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഇന്ന് എൻ്റെ മുമ്പിൽ ഒരു കേക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു ക്രിസ്ത്യാനിയല്ലേ എന്ന് മാത്രവുമല്ല, എന്താണ്, ലോകരക്ഷകനെ കാത്തിരിക്കുകയായിരുന്നു, ലോകരക്ഷകൻ്റെ പിറവിക്കായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സുരേന്ദ്രൻ വരുമ്പോൾ ഞാൻ ലോകരക്ഷകനെ കാത്തിരിക്കുകയാണോട് സുരേന്ദ്ര പോ എന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ നല്ല നർമ്മത്തോടുകൂടി വർഗീസ് പറയുന്നുണ്ടായിരുന്നു. ഈ കേക്കിൻ്റെയും ഈ പറയുന്ന ആശംസാ കാർഡിൻ്റെയും ഒക്കെ ഒരു ഗുണമെന്ന് പറയുന്നത് വാങ്ങുന്നവർക്ക് അത് ഒരു സാമാന്യ മര്യാദ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയും. അപ്പോൾ വാങ്ങുന്നവർക്ക് പ്രതിരോധത്തിൽ പോകേണ്ട കാര്യമില്ല. അതാണല്ലോ BJPക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സാധ്യത. അപ്പോൾ ആ സാധ്യത BJP ഉപയോഗിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ കാർഡും ഈ പറയുന്ന സ്നേഹ സന്ദേശ യാത്രയും ഒക്കെയായി. അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെ വർഗീസ് പറയുമ്പോൾ CPMന് ഒന്നും എതിർത്ത് പറയാൻ കഴിയില്ല. കാരണം CPMൻ്റെ കൗൺസിലർമാർ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞല്ലോ, ഒരു മര്യാദയുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത് എന്ന് മാത്രവുമല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ചട്ടക്കൂടിലാണ് നിൽക്കുന്നത് എന്ന്. അപ്പോൾ BJPയുടെ കെണിയിൽ വീണിട്ടില്ല എന്ന് വർഗീസ് പറയുന്നുമുണ്ട്. ഇങ്ങനെ CPMന് ഇപ്പോൾ സംസാരിക്കാൻ അവിടെ കഴിയൂ.
അതെന്താണെന്ന് വെച്ചാൽ അത് ആ പ്രത്യേകമായി അവിടുത്തെ ആ രാഷ്ട്രീയ സാഹചര്യമാണ്. അത് തൃശ്ശൂർ കോർപ്പറേഷനിലെ കക്ഷിനിലയുമായി മാത്രം ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്ന പ്രതിസന്ധി അല്ല. അത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം അത് സ്വഭാവം തന്നെ മാറിയിരിക്കുകയാണ്. പിന്നെ വർഗീസിനെതിരെയുള്ള ഏത് നീക്കവും സഭയ്ക്കെതിരെയുള്ള നീക്കമാകും. അത് കൂടുതൽ BJPയുടെ അവസരങ്ങളെയും സാധ്യതകളെയും അവിടെ കൂട്ടുകയായിരിക്കും ചെയ്യുക. ആ കരുതലും CPMന് എടുക്കേണ്ടതുണ്ട്. ഒരർത്ഥത്തിൽ പക്ഷേ CPMൻ്റെയും CPIയുടെയും ഈ ഭിന്ന നിലപാടുകൾ ഗുണകരമാണ്. കാരണം സഭയെ എതിർക്കുന്നു, അല്ലെങ്കിൽ സഭയുടെ ഈ BJP ബാന്ധവത്തെ എതിർക്കുന്നു, അത് ഇടതുപക്ഷം എതിർക്കുന്നു എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. കാരണം CPI അത് ഏറ്റെടുക്കാനുണ്ട്. CPM അത് ചെയ്യുന്നില്ല എന്നൊരു CPM നിലപാടിനകത്തുള്ള വ്യത്യാസത്തെപ്പറ്റിയേ നമുക്ക് തർക്കിക്കാൻ കഴിയൂ. ഇടതുപക്ഷത്തിൽ CPI അവർക്ക് പ്രാമുഖ്യമുള്ളൊരു ജില്ലയിൽ കർക്കശമായൊരു നിലപാട് എടുക്കുന്നുണ്ട്. CPM എന്തേ അത് എടുക്കാത്തത് എന്ന് തുടർച്ചയായി അവർ ചോദിക്കുന്നുണ്ട് എന്നൊരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഏകപക്ഷീയമായൊരു ഇടതുപക്ഷത്തിൻ്റെ വിട്ടുവീഴ്ച എന്ന നിലയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടില്ല. CPIയുടെ നിൽപ്പും ഞാൻ പറഞ്ഞത് വ്യക്തമാണോ? CPIയുടെ നിൽപ്പും CPIയുടെ അയഞ്ഞു നിൽക്കലും തന്ത്രപരമായി ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് സുനിലിൻ്റെ ഈ നിലപാട് നല്ലത് തന്നെയാണ്. ഒപ്പം CPM എടുക്കുന്ന തന്ത്രപരമായ നിലപാടും നല്ലത് തന്നെയാണ്. പിന്നെ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പാണ് നാം നേരിടാനിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വലിയ വിജയം, ആത്മവിശ്വാസം UDFന് നൽകുന്നതാണ്. എന്ന് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ BJPയും അട്ടിമറി വിജയം നേടിയിട്ടുണ്ട്. ഇതൊന്നും കാണാതെ നമുക്ക് വർഗീസിനെ ഒരു ഒറ്റത്തുരുത്തായി കണ്ടുകൊണ്ട് അതിനെതിരെ ഒരു പ്രതിരോധം സംഘടിപ്പിക്കുക എന്നതിലേക്ക് ചുരുങ്ങാൻ കഴിയില്ല. അപ്പം നമ്മെ സംബന്ധിച്ച് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്ന് CPM കരുതുന്നു. അവിടെ തന്ത്രപരമായ നീക്കങ്ങളുമായി മുന്നോട്ട് തന്നെ പോകാം. പിന്നെ രാഷ്ട്രീയം വ്യക്തമാകട്ടെ, കക്ഷിനിലകളുടെ ഘടന വ്യക്തമാകട്ടെ, അപ്പോൾ അടുത്ത നിലപാടെടുക്കാം എന്നത് ഈ ഘട്ടത്തിൽ എടുക്കാവുന്ന ഏറ്റവും കരുതലോടെയുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് എന്നാണ് കരുതേണ്ടത്. ജിംസ് എന്താണ് തോന്നുന്നത്? പുതിയ സമവാക്യത്തിനകത്ത് ഇപ്പം ഇതിൽ പറയുന്ന ഇടതുപക്ഷ ശാഠ്യമൊന്നും ഒരിക്കലും CPMന് കഴിയാത്ത ഒന്നാണെന്നാണ് ഞാനിതിനെ കാണുന്നത്. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ നോക്കുക, 20% താഴെ വോട്ടുണ്ടായിരുന്നൊരു ലോക്സഭാ സീറ്റിൽ ഒരു BJP സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ആശ്വസിക്കുന്നത് എന്താണ്? അത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടാണ്. സുരേഷ് ഗോപി ഒരു സിനിമാ താരമായിരുന്നു. ഇതേ സുരേഷ് ഗോപി അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാജുവലിയായി അവിടെ വോട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ ജയിക്കുകയാണ് ചെയ്തത്. ഇനി ജയിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും പ്രതികരണം അതിനോട് എന്തായിരുന്നു? അത് KP രാജേന്ദ്രൻ, VS സുനിൽകുമാറിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിരുന്നു അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രം, തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലാണ് ഈ കോർപ്പറേഷൻ വരിക, അസംബ്ലി മണ്ഡലത്തിൽ മാത്രം 10,000 വോട്ടുകൾ, കള്ള വോട്ടുകൾ BJP ചേർത്തിട്ടുണ്ട്. ഇത് റെക്കോർഡാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. 10,000 കള്ളവോട്ട്. ആ കള്ളവോട്ട് എങ്ങനെ ചേർത്തത്? തൃശ്ശൂർ നഗരത്തിൽ ആളൊഴിഞ്ഞ് കിടക്കുന്ന ഫ്ലാറ്റുകളുടെ അഡ്രസ്സുകളിലാണ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള വോട്ടർമാരെ ഇവിടെ കൊണ്ടുപോയി ചേർത്തിട്ടുള്ളതെന്ന് KP രാജേന്ദ്രൻ പറഞ്ഞാണ്. ഈ സമാനമായ ആരോപണം TN പ്രതാപനും ഉന്നയിച്ചിരുന്നു ഇലക്ഷന് മുമ്പ് തന്നെ. അത് വെറുതെ ഒരു ആരോപണമല്ലല്ലോ, അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? എങ്കിൽ അങ്ങനെ ആളൊഴിഞ്ഞ ഫ്ലാറ്റുകളിൽ ഈ മറ്റ് ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കണമെങ്കിൽ അതിന് മേയറുടെയും കോർപ്പറേഷൻ്റെയും സഹായം കൂടിയേ തീരൂ. അത് ആരോപണം സത്യമാണെങ്കിൽ. അങ്ങനെയെങ്കിൽ CPM ഭയക്കണം എന്നാണ് ഞാൻ പറയാം. CPMൻ്റെ ഇപ്പോൾ ഒരു കേവലമായ രാഷ്ട്രീയ തന്ത്രം മാത്രമല്ല, CPM ഒരു ഊരാക്കുടുക്കിലാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കാരണം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങളേ ഉള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 24 അവിടെ കക്ഷി നില UDFും LDFും. ഇന്ന് K മുരളീധരൻ പറഞ്ഞത് എന്താണ്? CPIക്ക് അത്ര അമർഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസം കൊണ്ടുവരും, ഞങ്ങൾ പിന്തുണയ്ക്കാം എന്നാണ്. ഇതിനു മുമ്പ് ഒരു അവിശ്വാസ നോട്ടീസ് കൊടുത്തിരുന്നു ഇയാൾക്കെതിരെ, വർഗീസിനെതിരെ. ആ വിശ്വാസം കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. പക്ഷേ കോൺഗ്രസ് കൊണ്ടുവന്നതിനെ പിന്തുണയ്ക്കാൻ BJP തയ്യാറായില്ല. BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടാണ് അന്ന് ആ വിശ്വാസം തള്ളിപ്പോയത്. 28 അംഗങ്ങളുടെ പിന്തുണ വേണം അവിശ്വാസം വിജയിക്കണമെങ്കിൽ. 24 പേരെ കോൺഗ്രസിനുള്ളൂ. അപ്പോൾ CPIക്ക് അമർഷമുണ്ടെങ്കിൽ CPI അതിൽ അവിശ്വാസം കൊണ്ടുവരുമോ? കൊണ്ടുവന്ന കോൺഗ്രസ് പിന്തുണയ്ക്കൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? CPIയുടെ കൗൺസിലർമാരും കോൺഗ്രസും ചേർന്ന് കഴിഞ്ഞാൽ ഈ അവിശ്വാസം പാസ്സാവും. CPI കൊണ്ടുവരില്ല. കാരണം CPI കൊണ്ടുവരാത്തത് CPMന് എന്ത് ഭയമാണോ ഉള്ളത് ആ ഭയം തന്നെയാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഒരു ഊരാക്കുടുക്കാണിത്. ഇദ്ദേഹം ഈ തൃശ്ശൂർ മേയർ എന്ന് പറയുന്നയാൾ ആരുടെയും സ്വന്തമല്ല. അത് CPMൻ്റെ അല്ല, CPIയുടെ അല്ല, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരനുമല്ല. അദ്ദേഹം BJPയുമായി നല്ല ലൈസനുണ്ട് എന്നതിന് തെളിവാണ് സംസ്ഥാനാധ്യക്ഷൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേക്കുമായി കേരളത്തിലെ മറ്റൊരു മേയർമാരെയും കാണാൻ പോയിട്ടില്ല. ബീന ഫിലിപ്പിനെ കാണാൻ പോയില്ല, പ്രസന്ന ഗണേശനെ കാണാൻ പോയില്ല. പോയത് തൃശ്ശൂർക്കാണെങ്കിൽ ആ യാത്ര നിഷ്കളങ്കമല്ല, അതിൽ രാഷ്ട്രീയ സൂചനകളുണ്ട്. അത് ഇപ്പോൾ തുറന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ സുനിൽകുമാർ അത് തുറന്നു പറഞ്ഞ പോലെ, സുനിൽകുമാർ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. രാഷ്ട്രീയമാണെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്നതാണ്. അതാണെന്ന് അദ്ദേഹം മീഡിയ വണ്ണോട് പറഞ്ഞത്.
പക്ഷേ അങ്ങനെ പറയാൻ സി പി ഐക്ക് കഴിയില്ല, സി പി എമ്മിന് കഴിയില്ല. കാരണം ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ തറച്ചിരിക്കുന്ന കത്തി ആർക്കും വേദനിക്കാതെ LDF വലിച്ചൂരിയേ പറ്റൂ അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ്. അത് സി പി എമ്മിന് നന്നായിട്ട് അറിയാം, സി പി ഐക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ വേദന കൊണ്ട് സുനിൽകുമാർ ഒരല്പം ഉറക്കം നിലവിളിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കും.